നമ്മളെന്തിനു വന്നതാ? ചക്കമരല്ല ചെറിയ കഴിഞ്ഞ് ഇവിടെ നിങ്ങളെ ഫസ്റ്റ് ടൈം വ്ളോഗാണ്. ഇപ്പോൾ 2 വാക്ക്. അയ്യോ എന്തെന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇതൊരു പുഴുവാണെന്ന്, പാമ്പിനെ പോലെയൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ. പക്ഷേ ഇപ്പൊ ഗൂഗിൾ ലെൻസ് ഇട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതൊരു കറക്റ്റായി ഗൈസ്. ഇളകി ഞങ്ങളെ കിച്ചണാണ് ഗൈസ്. അപ്പോൾ അമ്മ ഇവിടെ ചായ റെഡിയാക്കുന്നുണ്ട്. കിച്ചൺ ഞങ്ങൾ ഈ ഓലപ്പൊടി കണ്ടിട്ട് പിന്നാലെ വരികയാണ് ഗൈസ്. ഭയങ്കര ഗൈസ്. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ടൈം വ്ളോഗാണ്. ഞങ്ങളൊരു ചായ അടിക്കാൻ, ഈവനിങ് ചായ അടിക്കാൻ പെരേൻ്റെ ഉമ്മർത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ മന്ദാരുണ്ട്. പിന്നെ ഞങ്ങളെ മന്ദാര ചെടി കേട്ടോ. മന്ദാര ചെടിയിൽ പറഞ്ഞാൽ കുറെ മന്ദാരം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെക്കാട്ടി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോക്കസ് ആയാല് ഇതാണ് മന്ദാര ചെടിയാണ്. അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങളെ ഏരിയയിൽ നിന്ന് നല്ല വ്യൂ കിട്ടും കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് നല്ല വ്യൂ ആണ്. ഞങ്ങളൊരു കാണൂല, അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഞങ്ങളെ ചെറിയ കൃഷികൾ, മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുളക് ഇത് ഉണ്ടമുളക്, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അങ്ങനത്തെ മുളക്. ഇനി നീളത്തിലുള്ള മുളകാണ് അത്. നീളത്തിലുള്ള മുളക് അവിടെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ കുറെ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ വലിയ ചീന മുളകാണ്. ഇപ്പൊ ഞങ്ങള് പാടം കാണിച്ചു തരാം. ഇവിടെ ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് മൈലാഞ്ചി ചെടി ഉണ്ട്. എന്തോ ഒരു സപ്പോട്ട മരം ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നത് ഞങ്ങളെ കർമൂസ കണ്ടോ, പാടാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ പാറി പോകുന്നുണ്ട്. ഇത് കൊക്കാണ്. ഞങ്ങളെ സപ്പോട്ട മരമാണ്. സപ്പോട്ട മരത്തില് സപ്പോട്ടകൾ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. വേറെ ഇതിന്റെ അടിയിൽ വലുതൊന്നുണ്ട്. ഇതെന്താ അറിയോ, ഇവിടെ എലി കട്ടുണ്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടൊന്നും കാണൂല ഗൈസ്. ചിലപ്പോൾ മയില് വന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞങ്ങളിതാ ഇവിടെ നമ്മളെന്തിനു വന്നതാ? ചക്കമരല്ല, പ്ലാവ്. ഞങ്ങളെ പ്ലാവാണിത്. ഇത് പ്ലാവിൻ്റെ ഇവിടെ ഞങ്ങൾ ദാർപ്പായ കെട്ടി തട്ടു. അത് പോയി താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ചക്ക ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ ചക്കകളാണ്. 2 ഉണ്ട്. താഴെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് 2 വാക്ക്. കുഞ്ഞു കുട്ടിയാകുമ്പോൾ ചക്ക ഉണ്ടാവേണ്ട മരമാണ് ഇത്. പക്ഷേ ഇത്ര വലുപ്പമായി, കണ്ട അത്ര ഹൈറ്റായി. പറയുന്നത് പെരനേക്കാൾ ഹൈറ്റായി, പക്ഷേ ചക്ക ഉണ്ടായിട്ടില്ല. ഗൈസ്, നിങ്ങൾ ചക്കമരം കണ്ടില്ലേ? അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വേറെ സംഭവം കണ്ടത്. വേറെ സംഭവം കണ്ടു ഗൈസ്. ഇത് കണ്ടാ വേറൊരു ഐറ്റം പുഴുവാണിത്. ഒരു പ്രത്യേക ഐറ്റം. ഫോക്കസ് ആവണില്ലല്ലോ. ബാക്കിലും ഫ്രണ്ടിലും 2 കൊമ്പൊക്കെ ഉണ്ട്. കുറെ ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്. എന്തോ ഒരു ഐറ്റം പുഴുവാണത്. ഇത് അതിന് കണ്ണ് കാണാം. ഇവിടെ വന്നിട്ട് പാമ്പിനെ പോലത്തെ മുഖം. ഇങ്ങോട്ട് ഇത് ഇവിടെ വേറെ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് പാമ്പിനെ പോലത്തെ മുഖമാണ്. ക്യാമറയിൽ കിട്ടുക പുഴു. ഞങ്ങളെ നാരങ്ങ മരമാണ്. അതിന് ഫുള്ള് ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം. ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ പാമ്പിന്റെ ഫേസ്. പാമ്പിന്റെ ഫേസ്. പക്ഷെ ഇതല്ല, ഇതിന്റെ മുൻഭാഗം കേട്ടോ. ബാക്കാണ്. ഇതാണ് മുന്നേ. ഇതാണ് ഫേസ്. അപ്പോൾ ഇതിനെ കുറിച്ച് 2 വാക്ക്. എന്താ അറിയില്ല. അവിടെ കുറെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തേലും ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇതൊരു പുഴുവാണെന്ന്, പാമ്പിനെ പോലെയൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ. പക്ഷേ ഇപ്പൊ ഗൂഗിൾ ലെൻസ് ഇട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതൊരു ബട്ടർഫ്ലൈ എന്നാ പറയുന്നത്. ഗൂഗിൾ ലെൻസ് പറയുന്നത് ഇതൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ബട്ടർഫ്ലൈനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. അത് ഫോക്കസ് ആവണില്ല. ഇവിടെ ഫോക്കസ് ആവട്ടെ. ഇതാണ് സാധനം. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയും. ഇതിൽ കുറേ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് ഈ ചെടിയിൽ. ഇത് ഞങ്ങളെ നാരങ്ങ മരമായിരുന്നു. അതെ, പോയി. ആള് ബിസിയാണ്. ആള് പോയി. ഇവിടെ മറ്റേ ഞങ്ങൾ ആമ്പൽ അത് ക്ലീനിങ്ങില. അപ്പോൾ ഇത് കുറെ കാലമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇതാകെ പായൽ പിടിച്ച് എരപ്പായിക്കണം. ഗൈസ്, ഇതിൽ മീനുണ്ട്, പക്ഷെ കാണാൻ പറ്റൂല. അപ്പോൾ അപ്പം ശരി. അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ ഇവിടുത്തെ ചുക്കു പൂച്ച.
അവിടുന്ന് ആരെന്തോ പറയുന്നുണ്ട് അതിൽ മീനുണ്ട്. അതിൻ്റെ കാണൂല ഗൈസ്, അവിടെ കാടാണ്. ഇത് അതിൽ മീനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം വെള്ളം തെളിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒറ്റ നോട്ടത്തെ കാണില്ല, ആ കലങ്ങിക്കണം, കാണാൻ പറ്റൂല. നിങ്ങൾ ഓലക്കൊടിയിട്ട് ഇങ്ങനെ 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 നിൽക്കുമ്പോൾ അങ്ങനെ തല്ലും. പക്ഷെ ഇപ്പോൾ ആള് മൂടിലല്ല. എൻ്റെ തള്ളപ്പൂച്ചയാണ് ആ പോകുന്നത്. അതിന് ചെവി കേൾക്കൂല. ഞങ്ങൾ ഈ ഓലക്കൊടി കണ്ടിട്ട് പിന്നാലെ വരികയാണ് ഗൈസ്. ഭയങ്കര ഇടങ്ങാറാണ്. ഇവിടുന്ന് ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ 2 വാക്ക് ഇവിടെ എന്താ അടുത്ത പരിപാടി? എന്താ ശ്രീ? എന്താണ്? ചേന ഉണ്ടല്ലോ, തുറന്നു നോക്കുന്നുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറുതാണ് തോന്നുന്നുണ്ട്. ചേന, ചെറിയ ചേന ചെത്തിപ്പോയി. ഞങ്ങളെന്തോ പ്രതീക്ഷിച്ച് തുറന്നതാണ് ഗൈസ്, പക്ഷെ ചെറിയ ചേനയായി പോയി. ചേന ഉണ്ട് ഗൈസ് ഇതിന്റെ അടിയിൽ. അമ്മ വട്ടത്തിലാക്കുന്നുണ്ട്. ഇവിടെ കൊത്തി കൊത്തി വട്ടത്തിൽ എടുക്കാൻ നോക്കുന്നുണ്ട്. വട്ടത്തിലാണ് ചേന എടുക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അപ്പോൾ 2 നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടിയിട്ടാ ഗൈസ്. ഇവിടെ ഒന്നുണ്ട്. ഇവിടെ നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ല ഗൈസ്, ഫുള്ള് മരമാണ്. നോക്കി കുത്തണം. ചേനേന്റെ മറ്റേ സാധനം കാണുന്നു ഗൈസ്. പറക്കി. ആ ഇളകി. ചേന കിട്ടി ഗൈസ്. കോഴി കാണുമ്പോൾ ആഴില്ലാന്നൊക്കെ തോന്നുന്നു, പക്ഷെ അത്യാവശ്യം ആഴുണ്ട് കേട്ടോ. കനുണ്ട് ഗൈസ്. പൊക്കി ഇത്ര വലിപ്പുള്ള ചേനയാണ് ഗൈസ്. കനുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് 2 വാക്ക്. ചേന വട്ടത്തിലിരിക്കും കാണാൻ. അമ്മ ക്യാമറ പെടാതെ മണ്ടാണ്. നമ്മളെ ചേന 2ഉം കേജി വൃത്തിയാക്കുകയാണ് അമ്മ. ഇവിടെ നമ്മളെ ശ്രീ അതാ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ കേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പറിച്ചപ്പോൾ എന്തൊക്കെയോ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മയിൽ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ ശ്രീ പറയുന്നുണ്ട്, പക്ഷെ ആരും കാണാനില്ല. ഇതാ പോകുന്നു ഗൈസ് മയിൽ. അപ്പോൾ അമ്മ അതെങ്ങോട്ടോ അങ്ങോട്ട് പോകുന്നു. അവിടെ എന്താ? ഇവിടെ ഒരു നാരങ്ങ ഉണ്ട് ഗൈസ്. ഇനി പറിച്ചോളി. ഇവിടെ എന്തൊക്കെ കയറൊക്കെ ഇട്ട് കെട്ടിക്കുന്നു. അതും നാരങ്ങയാണ് തോന്നുന്നുണ്ട്. അയ്യോ, ഇപ്പൊ പോയിന്നു. കിട്ടി ഗൈസ്, കൊമ്പൊടിച്ചെടുത്തു. അപ്പോൾ അതും കിട്ടി. മാതള നാരങ്ങ എന്ത് ചെയ്യും നമ്മള്? എന്താ ഇതിന്റെ അടുത്ത് വെക്കും. നമ്മളന്നത്തെ ഒരു 1 ഡേ വിളവെടുപ്പ് ഇത്രയും സാധനങ്ങൾ കിട്ടി ഗൈസ്. മുളകുണ്ട്, മുളകൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ പറിച്ചിട്ടുണ്ട്. നേരത്തെ ഇതിൽ കണ്ടില്ലേ? അതൊക്കെ ഉണ്ട്. ഞാൻ അതിൽ കാണിക്കാത്ത ചെറിയ കാന്താരി ഇവിടെ ഉണ്ട്. കാന്താരി, ചീനമുളക് എന്നൊക്കെ ഇട്ടാ ഞങ്ങളവിടെ പറയാം. പിന്നെ നമ്മളെ കപ്പ വിളവെടുപ്പുണ്ട്. അത് പിന്നെ അവിടെ ഒരു മൂച്ചിയുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെറുത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ നിന്നാ നല്ല അടിപൊളി സൺറൈസ് കാണും. എന്താണ് നല്ല അടിപൊളി സൺസെറ്റ് ആണ് കേട്ടോ. അവിടെ നിന്നാല് അടിപൊളി സൺസെറ്റ് കാണാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ചോപ്പ് കളറാവും ആകാശമൊക്കെ. ആ പാടത്തിന്റെ അങ്ങോട്ട് പോകണം. ഇപ്പൊ ഇവിടെ മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കൊന്നും കാണാത്ത കേട്ടോ. കുറെ കാണാനുണ്ട്. പെരേൻ്റെ സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളെ കിച്ചണാണ് ഗൈസ്. അപ്പോൾ അമ്മ ഇവിടെ ചായ റെഡിയാക്കുന്നുണ്ട്. കിച്ചണാണെങ്കിലും കബോർഡൊക്കെ ഉണ്ട് ഗൈസ്. കുറേ കബോർഡ് ഉണ്ട്, പക്ഷെ കാര്യമില്ല.
സാധനങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ അതിനുള്ളിൽ കയറ്റാനുള്ള കേട്ടോ തുടങ്ങി. സ്പേസ് ഇല്ല അതിൻ്റെ ഉള്ളിലൊന്നും. അപ്പോൾ അമ്മ ചായ അടിക്കുന്നു. അമ്മ ചായയെക്കുറിച്ച് 2 വാക്ക് ചായ പാലിലാണ് ഉണ്ടാക്കുക. ശ്രീ പറയുന്നുണ്ട്. ചായ പാലിലാണ് ഉണ്ടാക്കുക. എന്നിട്ട് അതില് ചായപ്പൊടിയിടും, പഞ്ചസാര ഇടും. പക്ഷെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇവർക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കറിയാട്ടാ, ഞാൻ കുക്കൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാത്രമേ ചെയ്യും. അങ്ങനെയാണ് പറയല് ഗൈസ്. ഇവള് ഹോസ്റ്റലിലൊക്കെ ഉണ്ടാക്കലുണ്ട്, റൂമിലൊക്കെ ഉണ്ടാക്കലുണ്ട് എന്നാണ് പറയല്. പക്ഷെ ഇവിടെ ഞങ്ങൾക്കൊന്നും കിട്ടലില്ല. ഇടയ്ക്കൊരു ബർഗർ പിസ്സൊക്കെ കിട്ടും. ആ മതി. കിടക്കുന്നുണ്ട്. ഒരു ഫുഡ് കഴിച്ചാണ്ട് അങ്ങനെ കിടക്കാൻ വെയിലും കഴിഞ്ഞാണ്ടേ. അമ്മയുണ്ട് അപ്പുറത്ത്, അങ്ങനെ നോക്കാണ്. ഞാൻ വയ്ക്കൂല. ഫുഡ് കഴിച്ചല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് നീറ്റ് നടക്കും. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഓലിങ്ങനെ കൊട്ടിയും കോയും കളിപ്പിക്കാനല്ലേ. അതിനെ പിടിച്ചാണ്ട് കൊണ്ടുപോയിട്ടാണ് തിന്നോട്ടെ. കൊച്ചു തിന്നോളിയോ, അത് തന്നോളി, അത് തന്നോളി. ഇതാണ് നമ്മളെ 2 പൂച്ചകൾ കേട്ടോ. ഇതില് ഈ വെള്ളപ്പൂച്ചയാണ് അതിന്റെ കുട്ടിട്ടാ, മറ്റേത് അച്ഛനാണ്. ആക്രമിക്കാനുള്ള എന്താ പരിപാടി? എന്താ സാധനങ്ങൾ അറിയാ, എപ്പോ കണ്ടാലും അടിയാണ്. അടുത്തത് കിട്ടാ. അതാ കണ്ടില്ലേ, ഇതന്നെയാണ് അവസ്ഥ ഗൈസ്. എപ്പോഴും തന്നെ പണി. നല്ല വിക്രസാണ് എപ്പോഴും കാട്ടില്. ഇതാണ് തല്ല് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങളെപ്പോഴും ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് ഇവിടുന്ന് ചായ കുടിക്കാറ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ സണ്ണ് നല്ല റെഡ് കളറിൽ വലുതായിട്ട് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ് ചായ അടിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചായ കുടിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞു ശ്രീ അവിടെ ഒരു ഗ്ലാസ്സിൽ. എന്താണ് ചായ ഒഴിക്കുന്നുണ്ട്. ചായ വയ്ക്കാനൊക്കെ ശ്രീക്കറിയാം ഗൈസ്. അമ്മ സ്നാക്സ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തോ കടിച്ചാൽ പൊട്ടുന്ന സാധനമാണ്, ടേസ്റ്റുള്ള സാധനമാണ്. ഒച്ച കിട്ടില്ലേ, കറും മുറും. അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം ഗൈസ്. പറയും. നമ്മളന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വ്ളോഗ് വൈൻഡപ്പ് ആക്കാൻ പോവാണ് ഗൈസ്. കണ്ടോ, അവിടെ ഇപ്പോൾ തന്നെ ഏകദേശം സണ്ണ് ഇങ്ങനെ ചുവന്ന് വരുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ഹാഫ് സണ്ണായിട്ട് അവിടെ ഫുള്ള് നല്ല ആകാശം ഫുള്ള് നല്ല ഓറഞ്ച് കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും ഒരു ബായ് പറയും. ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.